കാരുണ്യവാനായ അച്ഛ ശത്രുക്കൾക്ക് പോലും പോലൊരവസ്ഥ കൊടുക്കുന്നു. കടം കയറി മുടിഞ്ഞ ഈ കട തന്നെ എൻ്റെ തലക്കിട്ടടിച്ചിട്ട് അങ്ങ് പോണമായിരുന്നില്ലയോ? പണി അറിയാതെ ഞാൻ ഇതുകൊണ്ടൊക്കെ എങ്ങനെ ജീവിക്കുന്ന വെച്ചിട്ടാ? ചേട്ടാ ആ എന്തായിരുന്നു? ജോലിക്ക് വേണ്ടി വന്നതാ. എടാ പണിക്കല്ലയോ, 2 പിള്ളേരെ ഞാൻ ഇങ്ങോട്ട് വിടാം. എടാ അവന്മാര് ബ്രദേഴ്സ് ആയതുകൊണ്ട് പേടിക്കണ്ട. ഇത് താമസിച്ച് വിട്ടാലും 2 പേരും ഒരുമിച്ചൊക്കെ പൊക്കോളും. ആ കേറി ബാബാ. എന്തായാലും വിഷുവായിട്ട് വന്നതല്ലേ, കഴിഞ്ഞിട്ട് തരാം. ദേ ഒരാൾക്ക് 500, മറ്റേ ആൾക്ക് 500. സന്തോഷായില്ലേ? ചേട്ടാ. എന്നാ അപ്പൊ സാലറി എങ്ങനെ ആയിരിക്കും? 2 പണിക്കാരില്ലോടാ, 15 വെച്ച് അങ്ങോട്ട് കൊടുക്ക്. ആ ശരി. ദിബിനെ എന്താ ചേട്ടാ? ആ വണ്ടി ഉണ്ടോ? അങ്ങനെ ഗ്ലാസ് ഒന്ന് ക്ലീൻ ചെയ്തേ കേട്ടോ. വിപിനെ എന്താ ചേട്ടാ? ആ ഫിലിം ഒന്ന് കട്ടി വെച്ചു. ദിപിനെ നീ ആദ്യം ഇളക്ക്. ഇതിനെ നീ ആദ്യം ഇളക്ക്. ദിപിനെ നീ ഇളക്ക ആദ്യം. നീ ഇളക്കാദ്യം. നീ ഇളക്കടാ. നീ ഇളക്കടാ. വിപിനെ എന്താ ചേട്ടാ? അവന്മാർ 2 പേരുണ്ടെങ്കിലും 2 പേരും ഒരേ സമയത്ത് ഒരേ പണി എടുക്കത്തുള്ളൂ. ഒരു പണി എടുക്കുന്നതിന് 2 ശമ്പളം കൊടുക്കേണ്ടത്. ആ അപ്പൊ ഫുഡിന്റെ കാര്യത്തിനൊക്കെ ആ കാര്യത്തിലൊക്കെ അവന്മാർ 2 തീറ്റിയുടെയും പൈസയുടെയും കാര്യത്തിൽ 2 ജോലിക്കാര്യത്തിൽ 1. ബിബിനെ വിപിനെ എന്താ ചേട്ടാ? എന്താ ചേട്ടാ? ബിബിനെ ബിബിനെ എന്താ ചേട്ടാ? എന്താ ചേട്ടാ? ഇതെന്തോ സൂപ്പർ ഗ്ലൂവിന്റെ പരസ്യവും. അച്ഛനല്ലേ മറവിയുടെ പ്രശ്നങ്ങളൊക്കെ, അതുകൊണ്ട് എന്തോരം പ്രശ്നങ്ങളുണ്ടായത്. ഹലോ എടീ, ഇന്ന് ഉച്ചയ്ക്ക് ചോറിന്റെ കൂടെ എന്തോ മീൻ കറി? അയ്യോ സോറി, റോങ് നമ്പർ. മുതലാളി എനിക്ക് അഡ്വാൻസ് വേണോ? അതിനെന്താ? 2 3 4 എന്നാ അവിടെ പോ. എടാ മോനെ എന്തുവാടാ എഴുതുന്നേ? തൃക്കുൺ എടാ എടാ ഇന്നേ അല്ലടാ, ഇന്നയാ. സോറി മുതലാളി. തൃക്കുന്നപ്പുഴയെന്നാ നാടനെ പറ്റി വിളിച്ചാലേ. അതെ ഞാൻ മറന്നു പോയിന്ന് വിചാരിച്ചോ? എന്തോ മുതലാളി? ഈശ്വര, അഡ്വാൻസ് വാങ്ങിച്ച പൈസ മുക്കിന്ന് വെട്ടിക്കളഞ്ഞ അങ്ങനെ അറിഞ്ഞോ? ഈ മാസം സാലറി ഞാൻ തന്നില്ലല്ലയോ? ഇല്ല ഇല്ല ഇല്ല. ഗൂഗിൾ പേ ആയിട്ടുണ്ട്. അഡ്വാൻസ് വല്ലതും വേണമായിരുന്നോ? വേണ്ട വേണ്ട വേണ്ട. വേണ്ടല്ലേ? എനിക്ക് പക്ഷേ പ്രശ്നങ്ങളൊന്നുമില്ല. ഭാഗ്യം വേണം അങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത. അതുകൊണ്ട് കച്ചവടം എന്തായാലും പൊടി പിടിക്കും. അത് പറഞ്ഞപ്പോൾ ഓർത്തെ, അല്ലണ്ണ പണിക്ക് പിള്ളേരെ വല്ലതും കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഇവിടെ ആരും ഇല്ല. ഉണ്ടോ? കട വേറെ ആരും ഇല്ല, അതാ ചോദിച്ചേ. ആ കള്ളക്കരച്ചിലൊന്നും വേണ്ട. എടാ എത്ര കൊല്ലമായിട്ട് നീ എന്റെ അച്ഛനോട് ഉണ്ടായതാ? എന്നിട്ട് എന്റെ അച്ഛൻ മരിച്ചപ്പോ നീ പഠിക്കലൊന്നും ഒന്ന് കേറിയോ? അത്രയും വലിയ പരിപാടി നടന്നിട്ട് പുള്ളി ഒന്ന് ക്ഷണിച്ചോ? ക്ഷണിക്കാതെ എങ്ങനെയാ ഞാൻ വരുന്നേ? എനിക്ക് വിഷമം വന്നു, അതുകൊണ്ട് ഞാൻ വരാഞ്ഞേ. പണിക്ക് കയറാൻ വേണ്ടി ഒന്നുമില്ലയോ? ഇറങ്ങാം, ഇറങ്ങി പോടാ പോടാ, ഇറങ്ങടാ, പോ ചെല്ലു, പോ പോ, ഇറങ്ങി പോ പോ. ഒന്ന് നിൽക്കുവോ? എന്തായാലും നിൽക്കുവോ? പോയി കട്ടി, വണ്ടി കിടക്കുന്നുണ്ടല്ലയോ? ബിസ്മി അടിക്കണം, കട്ടി അങ്ങോട്ട് പോ. പണിക്ക് വന്നിട്ട് ഞാൻ ചായ കുടിച്ചിട്ട് തരാം കേട്ടോ. എനിക്കൂടെ. ആ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ദിബിനൊരു പണി ചെയ്യുമ്പോൾ ബിബിൻ അത് ചെയ്യരുത്. വേറെ പണി ചെയ്യണം. ഒരേ സമയം 2 പേരും ഒരേ പണികൾ ചെയ്യരുത്. 2 പേരും 2 പണികൾ വേണം അറ്റ് എ ടൈം ചെയ്യാൻ. മനസ്സിലായോ? ശരി ചേട്ടാ. ദിബിനൊരു പണി ചെയ്യുമ്പോൾ ബിബിൻ അത് ചെയ്യരുത്. വേറെ പണി ചെയ്യണം. ഒരേ സമയം 2 പേരും ഒരേ പണികൾ ചെയ്യരുത്. ശരി ചേട്ടാ. ശരി ചേട്ടാ. ശരി ചേട്ടാ. ശരി ചേട്ടാ. കണ്ടോ? പറഞ്ഞു വിട്ടാലോ? പറഞ്ഞു വിട്ടില്ല, 2 ഒരുമിച്ച് പോകത്തുള്ളൂ. നിനക്ക് പണി അറിയാത്തോണ്ട് പ്രീതിയായി. എടാ
ഞാൻ ശരിക്കും നിന്നെ പണിക്ക് തിരിച്ചെടുത്തായിരുന്നു. ശരിക്കും നീ എന്നെ പണിക്കെടുത്തെന്ന്. നമ്മൾ തമ്മിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർത്ത്, നേരത്തെ പറഞ്ഞു തീർത്ത് നീ ഓർമ്മയില്ലയോ? എടാ നിനക്കില്ല ഗജനിയിലെ സൂര്യയുടെ കൂട്ടായതിന്റെ പ്രശ്നമാണ്. നീ എന്ത് ചെയ്യണമെന്നറിയോ? ബുക്കിനകത്ത് എഴുതി വെക്കണം. അച്ഛൻ എങ്ങനെ ചെയ്യുന്നത്? പോയി എഴുതി വെക്ക്. ചായ കുടിച്ചായിരുന്നു? ഇല്ല, ഒരു ചായ കാണിച്ചോട്ട് തന്നെ. അച്ഛൻ അങ്ങനെ ആയിരുന്നു. ആ വണ്ടി അങ്ങോട്ട് ബാക്കിലോട്ട് എടുത്തിട്ടെ, അങ്ങോട്ട് എടുത്തിക്ക. ഇതെന്തോ ടിപ്പറൊക്കെ? ഞാൻ വന്നില്ലയോ, ടിപ്പറൊക്കെ വരും. നീ അങ്ങോട്ട് നോക്കണം, വണ്ടിയുടെ നേരെ ആയിരിക്കും. എന്തായിരുന്നു ചേട്ടാ? ഇന്നലെ ഒരു സ്റ്റിക്കർ അടിക്കായിരുന്നു ഇവിടുന്ന്, അതിന്റെ കൂലി തരാൻ വേണ്ടി വന്നായിരുന്നു. ഓ അതെ, മുതലാളി അകത്തിരിപ്പുണ്ട്. ശരി. തന്ന കൂലി ഇപ്പൊ അങ്ങോട്ട് പോയാ എന്തിന്റെ ഓണാണ്? പുള്ളിയുടെ മോടെ പേര് വണ്ടിയുടെ ഫ്രണ്ടിൽ അടിക്കണം എന്ന് പറഞ്ഞു. മോളെ പേര് അവന്തിക. ജസ്റ്റ് ഒന്ന് പേര് മാറിപ്പോയി. നീന്താൻ മാറ്റിയിട്ട് രായായി പോയി. അടുത്ത പണി എടുക്കട്ടെ? ഓക്കേ. നല്ല പണിക്കാരൻ. പല്ലു പറയാ പോവല്ലോ. പണ്ട് എന്റെ അനിയനെ പാറക്കുട്ടിന്ന് അടിക്കാൻ വന്ന നല്ല ഓർമ്മയുണ്ട്. അത് അടിപൊളി ഡിസൈൻ. ഒന്ന് അടിച്ച് അണ്ണാ, ഇത് എങ്ങനുണ്ട്? നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ അങ്ങ് അടിച്ചു വെക്കാം. സൂപ്പർ. പൈസ ഉണ്ടല്ലോ, ഗൂഗിൾ പേ ചെയ്തേക്കാം. പറഞ്ഞേക്ക്. അണ്ണം പോണം. ഭാര്യ ഡൈവേഴ്സ് മേടിച്ച് പോയി, കൊച്ചടിച്ച് നെറ്റിയിലൊട്ടിച്ച് തന്നിട്ടുണ്ട്. നോക്കടാ. പാറക്കുട്ടി ചേട്ടാ, ഒരു പേരടിക്കണ പേരിന്. എന്ത് പേരാ? കുഞ്ഞു കണ്ണൻ. കുഞ്ഞു കണ്ണൻ. കടയടവാ ഇന്നില്ല. അല്ല ചേട്ടാ, ഒന്ന് എമർജൻസി. കടയടവാ നിങ്ങളല്ലേ എമർജൻസി എമർജൻസി അടിക്കാൻ പറ്റില്ല. ചെല്ലു പോ. അപ്പുറത്ത് വേറെ കടയുണ്ട്, ചെല്ലു പോ. കുഞ്ഞുകണ്ണൻ. മോന്റെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞ ചെല്ലു പോ. കൈ വെറുതെ പല്ലായി പോ. അങ്ങോട്ട് പോ. ചെല്ലു. വണ്ടിയുടെ ഗ്ലാസ് എന്തേ? എടാ പുറത്തെടുത്തൊട്ടിക്കല്ല പറഞ്ഞേ, പൊളിയായിട്ട് ഒട്ടിക്കാനാ പറഞ്ഞേ. നിനക്ക് ഇത് തിരിച്ചെടുത്ത് വെക്കാൻ അറിയോ? ഇല്ല, ഞാൻ കണ്ടായിരുന്നു. ഞാൻ മിണ്ടാതിരുന്ന. ആരോ വിളിക്കുന്നു. വരിക കേട്ടോ. ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം ചേട്ടാ? ചുവന്ന കരങ്ങളോടെ തൂക്കി, ചുവന്ന കരങ്ങളോടെ തൂക്കി, ചുവന്ന എന്തോടെ ഇത്? ആരാ കാണിച്ചേ? ആരാ കാണിച്ചേ? മുതലാളി പറഞ്ഞിട്ടാ. അപ്പന്റെ മോൻ തന്നെ. തന്തയ്ക്ക് പറക്കണമെന്ന് പറയുന്ന ഇതാ.